നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിത്വം രൂപീകരിച്ചെടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ തുടർച്ചയായ ചില വീഡിയോകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത് ആദ്യം നമ്മൾ നല്ലൊരു വ്യക്തിയാണ് എന്ന് അംഗീകരിക്കേണ്ടത് നമ്മളാണ്. അതിലൂടെ ഒരു നല്ല വ്യക്തിയായി മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ തന്നെ സൃഷ്ടിക്കുമെന്നതാണ്. രണ്ടാമതായി, മടി കൂടാതെ ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള ഒരു വർക്ക്ഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായി നാം മാറുക എന്നതാണ്. മടിയെ മാറ്റി നിർത്തുക എന്നതാണ്. മൂന്നാമതായി, നല്ല ഒരു വ്യക്തിത്വം രൂപീകരിച്ചെടുക്കുന്നതിന്, ഒരു നല്ല വ്യക്തിത്വമായി മാറുന്നതിന് സഹായിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അസൂയയും കുശുമ്പും കുന്നായ്മയും ഇല്ലാത്ത ഒരു വ്യക്തിയായി നാം മാറുക എന്നതാണ്. അസൂയ എന്നത് ഒരു മനുഷ്യ സഹജമായ ഒന്നാണ്. നമുക്ക് ലഭിക്കാത്തത് മറ്റൊരാൾക്ക് ലഭിക്കുകയോ, നമ്മളോടൊപ്പമുള്ള ഒരാൾക്ക് മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ, മറ്റൊരാളിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ അതിനോടൊരു ചെറിയ അസൂയ തോന്നുക എന്നത് മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ട ഒന്നാണ്. എന്നാൽ ഈ അസൂയ എന്നത് അത് വലുതായി വരുമ്പോൾ അതിനെ നമ്മൾ കൃത്യമായി മാനേജ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് അത് നമുക്കും വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതുതന്നെ ചിന്തിച്ചുകൊണ്ട് അവനത് കിട്ടിയല്ലോ, എങ്ങനെയെങ്കിലും അതിനെ നശിപ്പിക്കണം എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മുടെ സകല നന്മയെയും നമ്മുടെ സകല വ്യക്തിത്വത്തെയും അത് ഇല്ലായ്മ ചെയ്യും എന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പ്രവാചക വചനം, തീ വിറകിനെ തിന്നുന്നത് പോലെ അസൂയ നന്മയെ തിന്നു കളയുമെന്ന്. നമ്മൾ അസൂയ പൂണ്ടുകൊണ്ട് അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ലഭിച്ചതിൽ കുശുമ്പും കുന്നായ്മയും കൊണ്ട് നടക്കുകയാണ് എങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സകല നന്മയെയും അത് ഇല്ലായ്മ ചെയ്യും. നമ്മുടെ ഫോക്കസ് നമ്മളിൽ നിന്ന് മാറിപ്പോകും. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അത് ക്ഷീണം സംഭവിക്കും. അതുകൊണ്ട് അസൂയയും കുശുമ്പും കുന്നായ്മയും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത, അതിനെയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് എങ്കിൽ നമ്മൾ നല്ല ഒരു വ്യക്തിയായി മാറും, നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായി മാറും. നമ്മൾ കേട്ടിട്ടില്ലേ, മകൻ മരിച്ചിട്ടായാലും മരുമകളുടെ കണ്ണീര് കാണണമെന്ന് പറയുന്ന ചില ചൊല്ലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കെന്തു നഷ്ടങ്ങൾ സംഭവിച്ചാലും മറ്റുള്ളവരത് ലഭിക്കാതിരിക്കട്ടെ, മറ്റുള്ളവന് ലഭിച്ച ആ അനുഗ്രഹത്തെ ഇല്ലായ്മ ചെയ്യാൻ നമ്മളെല്ലാം ത്യജിക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യമാണ് അസൂയ മൂലം ഉണ്ടാകുക. അതുകൊണ്ട് നമ്മുടെ നന്മയിൽ തിന്നുന്ന, നമ്മുടെ എല്ലാ പേഴ്സണൽ ബെനിഫിറ്റിനെയും നശിപ്പിക്കുന്ന, നമ്മുടെ വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുന്ന അസൂയ എന്ന ആ ഒരു മാനസികമായ അവസ്ഥയെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നാണ് പഴയ ആളുകൾ പറയാറ്. എന്നാൽ കഷണ്ടിക്ക് മരുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അസൂയയെ മാറ്റിയെടുക്കാൻ മരുന്നുണ്ട്. മരുന്ന് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻടേക്കായി എടുക്കുന്ന മെഡിസിൻ എന്നല്ല. മനഃശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുപോകുകയാണ് എങ്കിൽ, നമ്മളിൽ ഈ അസൂയ എന്ന തിന്മയുണ്ട് എങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. അതിന് ആദ്യം വേണ്ടത്, നമുക്ക് അങ്ങനെ ഒരു അസുഖമുണ്ടോ, അത് ഒരു അസുഖമെന്നത് ഒരു മാനസികമായിട്ടുള്ള ഇൽനെസ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ മനസ്സിലുണ്ടോ? ഉണ്ട് എങ്കിൽ അത് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ്. നമ്മൾ നമ്മുടെ മനസ്സിൽ തോന്നാറുള്ള അസൂയകൾ ഏതൊക്കെ രീതിയിലുള്ളതാണ് എന്ന് നാം തിരിച്ചറിയുക. രണ്ടാമതായി നാം ചെയ്യേണ്ടത്, ദൈവം ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ള എല്ലാ ആളുകളിലും യൂണിക്കായിട്ട് അവർക്ക് വളരാനുള്ള സാധ്യതകളെ അവരുടെ മുന്നിലിട്ടുകൊണ്ടാണ് ജനിപ്പിച്ചിട്ടുള്ളത് എന്നും, അവനത് കഴിഞ്ഞു എന്നതിൽ അസൂയ പൂണ്ട് നമ്മുടെ മനസ്സിനെ അശുദ്ധമാക്കാതെ അവനത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രവർത്തിച്ചാൽ എനിക്കും കഴിയും. അതുകൊണ്ട് മറ്റുള്ള ഒരാളുടെ വളർച്ചയിൽ നമ്മൾ മറ്റുള്ളവരുടെ ഒരു ഗുണത്തിൽ, ഒരു നന്മയിൽ, അവരുടെ വളർച്ചയിൽ അസൂയപ്പെട്ടു അത് തന്നെ ചിന്തിച്ചിരിക്കാതെ അത് അവന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്കും കഴിയുമെന്ന ബോധ്യത്തോടുകൂടി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയാണ് നാം വേണ്ടത്. മൂന്നാമതായി, നാം ഒരിക്കലും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യരുത്. വ്യത്യസ്തത എന്നത് പ്രകൃതിയുടെ നിയമമാണ്.
പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും ഒരു ചെറിയ മണൽത്തരി പോലും മറ്റു മണൽത്തരിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതൊരു പ്രകൃതിയുടെ നിയമമാണ്. നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട്. ഇപ്പോ നമ്മൾ പറയാറില്ല, ഒരിക്കലും തിരിച്ചറിയാത്ത ഇരട്ട കുട്ടികളെ കുറിച്ച് പോലും പറയാറുണ്ട്. അവരുടെ മാതാപിതാക്കൾക്ക് അവരെ കണ്ടാൽ തിരിച്ചറിയാം. നമ്മുടെ ഈ മുഖം നോക്കൂ, ഈ ഒരു ചെറിയ ചുറ്റളവിൽ എത്രമാത്രം വ്യത്യസ്തതയാണ് ദൈവം ഈ പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മളെ കുറിച്ച് നമ്മുടെ അതേ രൂപത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ കോടാനുകോടി ആളുകളുള്ള ഈ ലോകത്ത് നമ്മുടെ ഈ ചെറിയ മുഖമെന്ന ഈ ചെറിയ പ്രദേശത്ത് ഇത്രമേൽ വ്യത്യസ്തതകൾ ഉണ്ടാക്കിയ ദൈവം, പ്രപഞ്ചം നമ്മുടെ പ്രവർത്തനങ്ങളിലും സ്വഭാവങ്ങളിലും നമ്മുടെ കഴിവുകളിലും ഒക്കെ എത്രമാത്രം വ്യത്യാസമുണ്ടാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ കഴിവുകളുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഉന്നതമായ സ്ഥാനങ്ങളിലെത്താം, ഉന്നതമായ മേഖലയിലെത്താം, ജീവിതത്തിൽ വിജയിക്കാം എന്ന് നാം മനസ്സിലാക്കുക. അത് നമ്മളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യരുത്. അവരുടെ ജീവിതം വ്യത്യസ്തമാണ്, അവരുടെ സ്വഭാവം വ്യത്യസ്തമാണ്, അവരുടെ കഴിവുകൾ വ്യത്യസ്തമാണ്. വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളും കഴിവുകളും നമുക്കും ദൈവം നൽകിയിട്ടുണ്ട്. അത് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുകയും അതിലൂടെ നമുക്ക് മറ്റുള്ളവരോട് അസൂയ തോന്നാതിരിക്കുകയും ചെയ്യും. നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ട ഒരു സ്വഭാവം എന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ, നമ്മൾ കാണുന്ന വ്യക്തിത്വങ്ങൾ, അവർക്ക് വ്യത്യസ്തമായ കഴിവുകളുണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവർ ഏതെങ്കിലും മേഖലയിൽ ഒരു അച്ചീവ്മെന്റ് നടത്തിയാൽ, ഒരു കഴിവ് തെളിയിച്ചാൽ നമ്മൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുകയും അവരെ അനുമോദിക്കുകയും ചെയ്യുക. അത് നമ്മുടെ സ്വഭാവമാക്കുക. അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. നമ്മുടെ കൂടെയുള്ള ഒരാൾ ഇതാ ഇന്ന മേഖലയിൽ തിളങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് അത് എനിക്ക് കൂടി സന്തോഷം ലഭിക്കുന്ന ഒന്നാണ് എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഡയറക്റ്റ് ചെന്ന് ആ വ്യക്തിയെ അനുമോദിക്കാനും അപ്രിഷിയേറ്റ് ചെയ്യാനും ശ്രമിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശീലമാക്കി മാറ്റുകയും ചെയ്യുക. അങ്ങനെ നാം ചെയ്താൽ നമുക്ക് അവിടെ അസൂയയല്ല, അതിൻ്റെ സന്തോഷമാണ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. മറ്റൊന്ന്, നമുക്ക് ആരോടെങ്കിലും പ്രത്യേകമായി അസൂയ തോന്നുകയാണ് എങ്കിൽ ഏത് മേഖലയിലാണ് നമുക്ക് അസൂയ തോന്നുന്നത് എന്ന് പരിശോധിച്ച് അത് അച്ചീവ് ചെയ്യാൻ, അദ്ദേഹത്തിന് ആ ഗുണം കിട്ടാൻ, അദ്ദേഹത്തിന് ആ നന്മ വന്നു ചേരാൻ അദ്ദേഹം അനുഭവിച്ച കുറെ സ്ട്രഗിളുകൾ ഉണ്ടാകും, കുറെ കഷ്ടപ്പാടുകൾ ഉണ്ടാകും, കുറെ പ്രയത്നങ്ങൾ ഉണ്ടാകും, രാപ്പകലുകൾ അദ്ദേഹം ചെയ്ത കുറെ കഠിനാധ്വാനം ഉണ്ടാകും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചോദിച്ചറിയുക. അതിനെക്കുറിച്ച് മനസ്സിലായാൽ നമുക്ക് അദ്ദേഹത്തോട് ഒരു പ്രത്യേക റെസ്പെക്ട് തോന്നുകയും ഒരു ബഹുമാനം തോന്നുകയും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് താങ്കൾ ഇന്ന് അനുഭവിക്കുന്നത്, ഇത് മറ്റുള്ളവർക്ക് ഒരു പാഠമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ആരോടെങ്കിലും അങ്ങനെ അസൂയ തോന്നുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അച്ചീവ്മെന്റിനോട് അസൂയ തോന്നുകയാണ് എങ്കിൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ടായ അതിൻ്റെ ബിഹൈൻഡ് സ്റ്റോറി നാം കൃത്യമായി മനസ്സിലാക്കുകയും അതിലൂടെ നമുക്ക് ആ വ്യക്തിയോട് ഒരു ബഹുമാനം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യാം. എന്നിട്ട് അദ്ദേഹം കടന്നുപോയ മേഖലയിൽ അദ്ദേഹം സഹിച്ച ത്യാഗത്തിന്റെ അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അവനത് കഴിഞ്ഞല്ലോ, എനിക്കിത് കഴിഞ്ഞില്ലല്ലോ, ഞാൻ ഇങ്ങനെ തന്നെയാണ്, ജന്മന എനിക്ക് ഇങ്ങനെ തന്നെയാണ്, ഭാഗ്യം കെട്ടവനാണ് എന്ന അർത്ഥത്തിലുള്ള നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ നാം പാടെ ഒഴിവാക്കുക. ഇങ്ങനെ നല്ല ഒരു വ്യക്തിത്വം രൂപീകരിച്ചെടുക്കുവാൻ വേണ്ടി നമ്മുടെ മനസ്സിന്റെ ചില ചീത്തശീലങ്ങളായ അസൂയയും കുശുമ്പും കുന്നായ്മയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല ഒരു വ്യക്തിത്വമാകാൻ നാം ശ്രമം നടത്തുക, അതിനുള്ള പ്രാക്ടീസുകൾ ചെയ്യുക. അതിന് നമുക്കെല്ലാം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.